നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും ഗവൺമെന്റ് ഒരുപാട് തവണ നമ്മളോട് ഉണർത്തിയതാണ്. അപ്പൊ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം വരുന്ന പേജിൽ കുറച്ച് താഴെയായിട്ട് കാണാം അവസാനമായിട്ട് അവിടെ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം വരുന്ന പേജിൽ നിങ്ങൾ കാണാം എൻ്റർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ്, ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ എൻ്റർ ദി ഫോളോയിങ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ ഫസ്റ്റ് വരുന്നത് പാൻ കാർഡ് ആണ്. അവിടെ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നെക്സ്റ്റ് വരുന്ന ആധാർ നമ്പർ ആണ്. അവിടെ നിങ്ങൾ ആധാർ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് ശേഷം വരുന്ന പേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ മെസ്സേജ് ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാം. യുവർ പാൻ ഈസ് ഓൾറെഡി, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ വരും. ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൺ ആധാർ എന്ന് പറഞ്ഞ ആധാർ നമ്പർ കൂടെ വരും. അപ്പൊ നിങ്ങളുടെ ഇത്തരത്തിൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും. ഇനി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നോട്ട് ലിങ്ക്ഡ് എന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യണം. എങ്ങനെയാണ് ഈ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.